ജപ്പാനിലൂടെയുള്ള സഞ്ചാരത്തിലാണ് ഞാനിപ്പോൾ. 36 പേരുടെ സഞ്ചാര സംഘത്തിനൊപ്പം ടോക്കിയോയിൽ നിന്ന് കവാഗുച്ചി എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്യൂജി അഗ്നിപർവ്വതം കാണാനുള്ള യാത്രയാണ്. ദീർഘമായ ഒരു യാത്ര. ഇടയ്ക്ക് ഒരു ടണലിന് മുന്നിൽ വെച്ച് 2 ബസ്സുകൾ ഒന്നിന് പിറകിൽ മറ്റൊന്നായി ഇടിച്ചു. 3 മണിക്കൂറാണ് അവിടെ കാത്തുകിടക്കേണ്ടി വന്നത്. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് അവരൊക്കെ വന്ന് ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞേ മറ്റു വണ്ടികൾ വിട്ടു തുടങ്ങിയുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ബസ്സിൽ നിന്നിറങ്ങുന്നവരും ചുറ്റും കൂടുന്ന ഏതാനും നാട്ടുകാരും കൂടി ഇടിച്ച വണ്ടികൾ റോഡിൽ നിന്ന് മാറ്റിവെക്കും. ഇവിടെ അങ്ങനെയല്ല. യന്ത്രങ്ങളെല്ലാം വരണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും. അതിനെല്ലാം കുറേ സമയമെടുത്തു. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. ആധുനികമായ സാങ്കേതിക വിദ്യകളുള്ള ജപ്പാനിലാണ് ഇതെന്നോർക്കണം. ഇപ്പോൾ ഹൈവേ ക്ലിയറാണ്. വലിയ ട്രാഫിക് ഒന്നുമില്ല. പർവ്വതങ്ങളുടെ ഒരു പ്രദേശമാണ് ജപ്പാൻ. നിരവധി മലകളും താഴ്വരകളുമൊക്കെയുള്ള ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ റോഡ് പണിയും വലിയ ഹൈവേ നിർമ്മാണവും റെയിൽവേ പണിയുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നിരവധി ടണലുകളും പാലങ്ങളും ഈ പാതകളിലുണ്ട്. എവിടെ നോക്കിയാലും കാണാം മലകളും താഴ്വരകളും. ഹൈവേകളൊക്കെ 6 വരിയുള്ളതാണ്. പക്ഷേ ടണലുകളിലേക്ക് എത്തുമ്പോഴേക്കും അത് 2 വരിയായി കുറയുന്നു. മലകളെ തുരന്നുണ്ടാക്കിയ ഇത്തരം 100 കണക്കിന് ടണലുകൾ കടന്നാണ് ഇവിടെ ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഒരു മല കഴിയുന്നു, പിന്നെ ഒരു പാലം. റോഡെല്ലാം ഒരേ ലെവലിലാണ്. നമ്മുടെ പുതിയ NH-66ന്റെ നിലവാരമുള്ള റോഡുകൾ ഏതാണ്ട് 1 നൂറ്റാണ്ട് മുൻപ് ഇവർ കൊണ്ടുവന്നു എന്നതാണ് വസ്തുത. ദീർഘവീക്ഷണത്തിൽ ഇവർ എത്ര മുന്നിലാണെന്ന് അതിലൂടെ മനസ്സിലാക്കാമല്ലോ. പണ്ടു പണിത റോഡായതുകൊണ്ടാവാം ടണൽ ഉള്ളിടത്ത് 4 വരിയേ ഉള്ളൂ. മറുവശത്തേക്കുള്ള ടണൽ കുറച്ചപ്പുറത്തുകൂടിയാണ് പോകുന്നത്. അതിലുമുണ്ട് 2 വരി പാത. അടുത്തടുത്തായി ടണലുകൾ. കയറ്റിറക്കങ്ങളുള്ള ചുരം പാതയ്ക്ക് പകരം ഒരേ ലെവലിലുള്ള പാത പണിതിരിക്കുന്നു. 2ാം ലോകമഹായുദ്ധത്തിനു മുൻപ് തന്നെ ജപ്പാനിൽ നല്ല ഹൈവേകളൊക്കെ വന്നിരുന്നു. 8ാം നൂറ്റാണ്ടിൽ തന്നെ നല്ല റോഡുണ്ടായിരുന്ന നാടാണ് ജപ്പാൻ. ചെറിയ സമതലങ്ങൾ ഉള്ളിടത്തൊക്കെ പട്ടണങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് കാണാം. താഴ്വാര പട്ടണങ്ങൾ ചെറിയ ജനവാസ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ 1 നിലയും 2 നിലയുമുള്ള വീടുകളാണ് കൂടുതലും. ആ പ്രദേശത്തുകൂടി ഒരു നദി ഒഴുകുന്നു. അതിന്റെ 2 കരകളിലും ചെറിയ ചെറിയ വീടുകൾ. വീണ്ടും ഒരു മല കടക്കുന്നു. നീളൻ ടണൽ. അത് പിന്നിടുമ്പോൾ മറ്റൊരു മലമ്പ്രദേശത്തേക്കെത്തുന്നു. ഭരണസൗകര്യത്തിനായി ജപ്പാനിലെ ജനവാസ പ്രദേശങ്ങൾ ടൗൺസ്, വില്ലേജസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിയാണ് ഭരണം നടത്തുന്നത്. നമ്മുടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എന്നിവ പോലെ തന്നെ. ഇതൊക്കെ ചെറിയ പട്ടണങ്ങളാണ്. ഇപ്പോൾ ഒരു റെയിൽവേ പാലം കാണാം. ഇത് മാഗ്ലെവ് അഥവാ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന പുതിയ ടെക്നോളജിയിലുള്ള ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകൾക്ക് പോകാനുള്ള പാതയാണ്. അത് ഓടിത്തുടങ്ങിയിട്ടില്ല. എലിവേറ്റഡ് പാതയാണ് കൂടുതൽ സ്ഥലത്തും കാണുന്നത്. പട്ടണങ്ങൾ ഉള്ളിടത്ത് ആ പട്ടണത്തിന് മുകളിൽ കൂടി ഹൈവേ കടന്നു പോവുകയാണ്. കൃഷിയിടങ്ങൾ പട്ടണത്തോട് അല്ലെങ്കിൽ ഗ്രാമത്തോട് ചേർന്ന് വരെ വന്നു നിൽക്കുന്നുണ്ട്. 2 നിലയുള്ള വീടുകൾ, കളിക്കളങ്ങൾ, നെൽവയലുകൾ. കൊയ്ത്തു കഴിഞ്ഞ കാലമായതുകൊണ്ട് വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ കാണുന്നില്ലെന്നേയുള്ളൂ. അല്ലെങ്കിൽ വിളഞ്ഞ നെല്ല് ഗ്രാമങ്ങളെ ചുറ്റി നിൽക്കുന്നത് കാണാമായിരുന്നു. ഇതൊക്കെയാണ് ഗ്രാമത്തിലെ വീടുകളുടെ ഒരു സ്ഥിതി. ഗ്രാമത്തിലെ സെമിത്തേരി ഒരു ഭാഗത്ത്. ഓട്സോക്കി എന്ന ചെറുപട്ടണമാണിത്. ജപ്പാനിലെ യാമനാഷി പ്രീഫെക്ചറിലെ ഒരു പട്ടണമാണ് ഓട്സുക്കി. പ്രീഫെക്ചർ എന്നാൽ നമ്മുടെ സംസ്ഥാനം പോലെയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവർണർ ഭരിക്കുന്ന പ്രദേശം. 380 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശമാണ് ഓട്സുക്കി. 21,000-ഓളം ആളുകൾ ഇവിടെ വസിക്കുന്നു. ഓട്സുക്കി പട്ടണത്തിനകത്തും നെൽവയലുകൾ കാണുന്നു. ഫ്യൂജി പർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള സ്ഥലമാണ് ഓട്സുക്കി. പ്രാദേശികമായി കറ്റ്സുറ എന്നറിയപ്പെടുന്ന സഗാമി നദിയുടെ കരയിലാണ് ഈ പട്ടണം. നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾക്കിടയിൽ വെളുപ്പു നിറത്തിൽ പിരമിഡ് പോലെ ഒന്ന് കാണാം. അതാണ് ഫ്യൂജി അഗ്നിപർവ്വതം. ഞങ്ങൾ തേടി വന്ന ലോകത്തിന്റെ പല കോണിൽ നിന്നും സഞ്ചാരികളെത്തുന്ന മഞ്ഞു പുതച്ച ഫ്യൂജി അഗ്നിപർവ്വതം. അതിന് ചുവട്ടിലേക്കാണ് പോകുന്നത്.
ജപ്പാനിൽ ഫിജി അഗ്നിപർവ്വതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജപ്പാൻകാരുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം ഫിജിക്ക് സ്ഥാനവുമുണ്ട്. നമ്മൾ കൈലാസം എന്ന് പറയുന്നത് പോലെയാണ് ഇവർക്ക് ഫിജി. ഞങ്ങൾ ഫിജി അഗ്നിപർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കാഴ്ച തേടിയാണ് ഇവിടേക്ക് ധാരാളം ആളുകൾ വരുന്നത്. ഇന്ന് തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് ഞങ്ങൾക്കും ഫിജിയെ വ്യക്തമായി കാണാം. അതിന്റെ മുകൾ ഭാഗമെല്ലാം മേഘങ്ങൾ കൊണ്ട് മൂടിപ്പോകാറാണ് മിക്കപ്പോഴത്തെയും പതിവ്. ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് മൂടിയിട്ടില്ല. ഫിജി അഗ്നിപർവ്വതത്തിന്റെ ചുറ്റുമായി താഴ്വാരത്ത് നിരവധി പട്ടണങ്ങളുണ്ട്. വിശ്വാസികളായും ടൂറിസ്റ്റുകളായും ധാരാളം ആളുകൾ അവിടെ വരുന്നു. ജാപ്പനീസ് മിഥോളജിയിൽ നിരവധി ദേവകളുടെ ഇരിപ്പിടവും ചില ദൈവങ്ങൾ പിറന്ന ഇടവുമാണ് ഫിജി. ജപ്പാന്റെ ദേശീയ പ്രതീകവും ആ അഗ്നിപർവ്വതം തന്നെ. പുരാതന കാലത്ത് ഫിജിയുടെ താഴ്വാരങ്ങളിൽ ധാരാളം സമുറായി പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. കവാഗുച്ചി പട്ടണത്തിലേക്ക് ഞങ്ങളെത്തി. ഫിജി കവാഗുച്ചി കോ എന്നാണ് ഈ പട്ടണത്തിന്റെ യഥാർത്ഥ പേര്. ഫുജി അഗ്നിപർവ്വത താഴ്വാരത്തെ സാമാന്യം വലിയൊരു പട്ടണമാണ് കവാഗുച്ചി. 26,000-ലധികം ആളുകൾ വസിക്കുന്ന പട്ടണം. 1200 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ ഫുജി അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം ഈ കവാഗുച്ചിയാണ്. ധാരാളം ഹോട്ടലുകൾ, റിസോർട്ടുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഫിജി പർവ്വതം കയറാൻ പോകുന്നവരുടെ ബേസ് സിറ്റി എന്ന് തന്നെ കവാഗുച്ചിയെ വിശേഷിപ്പിക്കാം. ഇവിടെ വന്ന് താമസിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് അഗ്നിപർവ്വതം കയറാൻ ആളുകൾ പോകുന്നത്. ഞങ്ങൾ കവാഗുച്ചിയിലേക്ക് എത്തുമ്പോഴേക്കും നേരം 2 മണിയായി. 3 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട് കിടന്നുപോയതുകൊണ്ടാണത്. ഭക്ഷണം കഴിച്ചിട്ടേ ഇനി എന്തു പരിപാടിയുമുള്ളൂ. എല്ലാവർക്കും വിശന്നു തുടങ്ങിയിരിക്കുന്നു. സഞ്ചാരം ടീമിനായി ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ ഒരു സ്ഥലത്താണ്, വലിയ ഒരു മ്യൂസിയത്തിൽ. അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും ഇറങ്ങാൻ റെഡിയായി. ബസ് ഒന്ന് നിർത്താൻ കാത്തിരിക്കുകയായിരുന്നു. ടോയ്ലറ്റിൽ പോകണം. ദീർഘമായ യാത്രയായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം. ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി നടന്നു. ഇവിടെ കവാഗുച്ചിക്കോ മ്യൂസിക് ഫോറസ്റ്റ് എന്ന ഒരു സ്ഥാപനമുണ്ട്. ഇതാണത്. അങ്ങോട്ട് കയറി ചെന്നു. ശരിക്കും കവാഗുച്ചി മ്യൂസിക് ഫോറസ്റ്റ് ഒരു മ്യൂസിയമാണ്. കയറി ചെല്ലുമ്പോഴേ മ്യൂസിയത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് തരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം സമയമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് മ്യൂസിയം കാണാൻ പോകാം. ആ കാണുന്ന കെട്ടിടമാണ് മ്യൂസിയം. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. യൂറോപ്യൻ കാസിലുകൾ പോലുള്ള കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് കവാഗുച്ചി മ്യൂസിക് ഫോറസ്റ്റ്. റെസ്റ്റോറൻ്റ് ഉണ്ട്, മ്യൂസിയമുണ്ട്, പലവിധ കലാപരിപാടികൾ നടക്കുന്ന വേദികളുണ്ട്. കവാഗുച്ചി തടാകത്തിന്റെ കരയിലാണ് മ്യൂസിയം. 1999-ലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. അതിമനോഹരമായ ഒരു ക്യാമ്പസാണിത്. നല്ല തണുപ്പ്, ഇളം വെയിൽ, തടാകം, തടാകത്തിൽ നിന്ന് കയറിക്കിടക്കുന്ന തോടുകൾ, ഇതിനെല്ലാം പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ഫിജി അഗ്നിപർവ്വതം. മഞ്ഞിന്റെ ധവളിമയാർന്ന പുതപ്പുമിട്ട് നിൽക്കുന്ന ജപ്പാൻകാരുടെ പുണ്യപർവ്വതം. ഫിജി അഗ്നിപർവ്വതത്തെ ഭക്തിയോടെയാണ് ജപ്പാൻകാർ കാണുന്നത്. ഞാൻ ഈ ഷോട്ടുകൾ എടുത്തു വന്നപ്പോഴേക്കും സുഹൃത്തുക്കൾ ഭക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. പലരും മുൻപരിചയമുള്ളവരാണ്. ഇവരിൽ പലരും സഞ്ചാരം ടൂറിലെ സ്ഥിരം യാത്രക്കാരാണ്. അവർ ഇതിനു മുൻപുള്ള പല ടൂറുകളിലും എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുമുണ്ട്. പുതിയ ആളുകളുമുണ്ട്. ലഞ്ചിൽ ആദ്യം സ്റ്റാർട്ടറാണ് വരുന്നത്. സാൽമൺ മത്സ്യമാണത്. വേവിക്കാത്ത സ്മോക്ഡ് സാൽമൺ. സാൽമൺ വേവിക്കാറില്ല. അതിനൊപ്പം തക്കാളിയും ഇലകളുമൊക്കെയുണ്ട്. നല്ല ടേസ്റ്റി വിഭവമായിരുന്നു സാൽമൺ. അതിനുശേഷം സൂപ്പ്. സൂപ്പിന് ശേഷം മെയിൻ കോഴ്സ്. അങ്ങനെയാണ് ലഞ്ച്. സഞ്ചാരത്തിന്റെ ഇത്തരം ടൂറുകളിൽ കഴിവതും ഇന്റർനാഷണൽ വിഭവങ്ങൾ പരിചയപ്പെടുത്തും. പ്രത്യേകിച്ച് ആ രാജ്യത്തെ തനത് വിഭവങ്ങൾ. അതുമെടുക്കുമ്പോൾ ഇടയ്ക്ക് 1-2 തവണ ഇന്ത്യൻ വിഭവവും കൊടുക്കും. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. സാൽവദോർ ദാലി എന്ന ലോകപ്രശസ്തനായ കലാകാരന്റെ ഒരു സൃഷ്ടി ഇവിടെയുണ്ട്.
റൈനോസറസ് സീരീസിൽപ്പെട്ട ഒരു ശില്പം. റൈനോസറസ് സീരീസിൽ ധാരാളം ചിത്രങ്ങളും ശില്പങ്ങളും ദാലി ഒരുക്കിയിട്ടുണ്ട്. അതിൽ റൈനോസറസ് വിയറിംഗ് ലേസ് എന്ന ശില്പമാണിത്. ഈ സീരീസിൽ ദാലി നിർമ്മിച്ച ഒരു റൈനോസറസ് ശില്പം മുംബൈയിലുമുണ്ട്. അധിക സമയം കളയാനില്ല. അടുത്ത കാഴ്ചയിലേക്ക് പോകണം. 3 മണിക്കൂർ വഴിയിൽ പോയതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് അല്പം വേഗം എല്ലാവരും വരാൻ പറഞ്ഞു. മനോഹരമായ കുറേ നിർമ്മിതികൾ, നീർച്ചാലുകൾ, ചെറുപാലങ്ങൾ എന്നിവയെല്ലാമുണ്ട് ഇവിടെ. സുന്ദരമായ ഒരു ആംബിയൻസ് ആണ്. അങ്ങിങ്ങായി യൂറോപ്യൻ കൊളോണിയൽ ശൈലിയിലുള്ള പല കെട്ടിടങ്ങൾ. ഞങ്ങൾ ഭക്ഷണശേഷം ചെറിയൊരു വിശ്രമവും കഴിഞ്ഞ് നടന്നു. ചിലരൊക്കെ ആ സമയത്ത് മ്യൂസിയം കാണാൻ പോയിരുന്നു. ഇനി ബസ്സിലേക്ക് ചെന്ന് കയറുകയാണ്. ഒരു മലമുകളിലേക്കാണ് ഇനി പോകുന്നത്. ആ മലമുകളിൽ നിന്നാൽ ഫ്യൂജി അഗ്നിപർവ്വതം ശരിക്കും കാണാം. മൗണ്ട് ടെൻജോ എന്നാണ് ആ മലയുടെ പേര്. അവിടേക്ക് ഒരു ഫണിക്കുലാർ ട്രാമുണ്ട്. അതിൽ കയറി മൗണ്ട് ടെൻജോയുടെ മുകളിലെത്തിയാൽ തൊട്ടടുത്ത് തന്നെ ഫ്യൂജി അഗ്നിപർവ്വതം കാണാനാവും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വലതുവശത്ത് കാണുന്നതാണ് പ്രശസ്തമായ കവാഗുച്ചി തടാകം. നേരത്തെ ഇവിടെയെത്തി ലേക്ക് കവാഗുച്ചിയിൽ ഒരു ബോട്ടിംഗ് കൂടി ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമയം പോയതുകൊണ്ട് നമ്മുടെ സംഘത്തോട് ബോട്ടിംഗ് ആണോ അതോ കേബിൾ കാറിൽ മലമുകളിലേക്ക് പോവുകയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടം മലമുകളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. കവാഗുച്ചി തടാകത്തിന് ചുറ്റുമായിട്ടാണ് കവാഗുച്ചി സിറ്റി രൂപപ്പെട്ടിരിക്കുന്നത്. ജപ്പാനിലെ തന്നെ പ്രമുഖമായൊരു ടൂറിസ്റ്റ് സിറ്റിയാണിത്. ഫ്യൂജി 5 ലേക്സ് ടൂറിസ്റ്റ് മേഖലയുടെ കേന്ദ്രസ്ഥാനം. വർഷം തോറും 70 ലക്ഷത്തിലേറെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. കവാഗുച്ചി തടാകമാണ് ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികളുടെയെല്ലാം കേന്ദ്രസ്ഥാനം. തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര, അമ്യൂസ്മെന്റ് പാർക്കുകൾ, മ്യൂസിയങ്ങൾ, ചൂട് നീരുറവകളിലെ കുളി എന്നിവയെല്ലാം ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാം. 6.25 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകം. അതിന്റെ 19 കിലോമീറ്റർ വരുന്ന തീരപ്രദേശം മുഴുവൻ ടൂറിസത്തിനായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. തടാകതീരത്തെ തന്നെ ഒരു പാർക്കിങ്ങിൽ ഞങ്ങളുടെ ബസ് കൊണ്ടുപോയി നിർത്തി. അവിടെ ഇറങ്ങി. മനോഹരമായ കാഴ്ചകളാണ്. ധാരാളം ബോട്ടുകളുണ്ട് തടാകത്തിൽ. അരയന്നങ്ങളെപ്പോലെ നീങ്ങുന്ന പെഡൽ ബോട്ടുകൾ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തുന്ന വലിയ ബോട്ടുകളുമുണ്ട്. അതുപോലെ സൈക്ലിംഗ് ഇവിടെ വലിയൊരു വിനോദമാണ്. ഫുജിയുടെ താഴ്വാര ഗ്രാമങ്ങളിലൂടെയും മലഞ്ചെരുവുകളിലൂടെയും ഒക്കെയുള്ള സൈക്ലിങ്ങിനു വേണ്ടി ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കിട്ടുന്ന കൗണ്ടർ ഇതാണ്. അടുത്ത ടൂർ എപ്പോഴാണെന്നൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 3:30 കഴിഞ്ഞിരിക്കുന്നു. മൗണ്ട് ടെൻജോ എന്ന മല അതാണ്. അതിനു മുകളിലേക്കാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. ആ മലമുകളിലേക്ക് കേബിൾ കാറുണ്ട്. കുത്തനെയുള്ള ഒരു കേബിൾ വേ. അതിന്റെ സ്റ്റേഷനിൽ വലിയ ക്യൂ ആണ്. പക്ഷേ നമ്മുടെ ഗൈഡ് ടാക്സൺ മിടുക്കനായതുകൊണ്ട് പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തു വന്നു. ടൂർ മാനേജർ സമീൽ അത് എല്ലാവർക്കും വിതരണം ചെയ്തു. ടിക്കറ്റൊക്കെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ടും കാര്യമില്ല. കേബിൾ കാറിൽ കയറാനും നല്ല തിരക്കാണ്. 2 ഗൊണ്ടോളകളേ ഉള്ളൂ ഈ കേബിൾ കാർ സർവീസിൽ. 2 വലിയ ക്യാബിനുകൾ. അതിൽ ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് താഴേക്ക് വരും. 3 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ക്യാബിനും എത്തും. എങ്കിലും അതിൽ കയറാൻ ഊഴം കാത്തു നിൽക്കുക തന്നെ വേണം. ഒരു കേബിൾ കാറിൽ 36 പേർക്കേ കയറാനാവൂ. കാച്ചിക്കാച്ചി റോപ്പ് വേ എന്നും ഇതിനൊരു പേരുണ്ട്. കവാഗുച്ചി ഫണിക്കുലാർ എന്നും പറയും. മൗണ്ട് ഫുജി പനോരമിക് റോപ്പ് വേ എന്നാണ് ഈ സംവിധാനം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. 1959 മുതൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും ടൂറിസത്തിനു വേണ്ടി നിർമ്മിച്ച റോപ്പ് വേ അല്ല ഇത്. മലമുകളിൽ ഒരു ഡാം നിർമ്മിക്കുന്നതിന് സാധന സാമഗ്രികൾ കൊണ്ടുപോകാനാണ് 1950കളിൽ ഇത് പണിതത്.
ആവശ്യം കഴിഞ്ഞിട്ടും അത് പൊളിച്ചു നീക്കിയില്ല. പകരം ഒന്ന് നവീകരിച്ച് ടൂറിസത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങി. 460 മീറ്റർ നീളത്തിലാണ് കേബിൾ വേ. അത് യാത്രക്കാരെ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരമുള്ള മൗണ്ട് ടെൻജോയുടെ മുകളിലേക്കാണ് എത്തിക്കുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങി. മലഞ്ചെരുവിൽ ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോസ്റ്റലുകളും. മലഞ്ചെരുവ് മുഴുവൻ വനമാണ്. താഴെ തടാകം. തടാകത്തിനു ചുറ്റുമായി കവാഗുച്ചി നഗരം. മലകൾക്ക് നടുവിലെ ഒരു തളികയെന്നോണം കിടക്കുകയാണ് തടാകം. 2300 വർഷം മുൻപ് മുതൽ തന്നെ കവാഗുച്ചി തടാകത്തിന്റെ ചുറ്റിലും ജനവാസമുണ്ടായിരുന്നു. ജപ്പാനിലെ ജോമോൻ പീരിയഡ് എന്നറിയപ്പെടുന്ന കാലത്ത് വേട്ടയാടി ജീവിച്ചിരുന്ന ആളുകളാണ് തടാകക്കരയിൽ വസിച്ചിരുന്നത്. പിന്നീടങ്ങോട്ട് ജാപ്പനീസ് ചരിത്രത്തിലെ പല കാലങ്ങളിലും കവാഗുച്ചി തടാകവും അതിന്റെ കരയിലെ പട്ടണവും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. AD 864 ഫ്യുജി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് പട്ടണത്തിലെ ജനജീവിതത്തെ ആകെ ബാധിച്ചിരുന്നു. കുത്തനെയുള്ള മലകയറ്റം. ഇത്രയും കുത്തനെയുള്ള കേബിൾ കാർ തന്നെ വളരെ അപൂർവമാണ്. ചെറുമരങ്ങൾ വളർന്നു നിൽക്കുന്ന മല. ഈ മരങ്ങൾക്കിടയിലൂടെ നടന്നു കയറാനുള്ള വഴികളുമുണ്ട്. കേബിൾ കാറിൽ ഇരിപ്പിടങ്ങളൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചു നിന്നുകൊള്ളണം. 3 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഞങ്ങൾ മുകളിലെ സ്റ്റേഷനിലേക്കെത്തി. അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ കുറെ ആളുകൾ കേബിൾ കാറിൽ കയറാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ക്യാബിനിലുള്ളവർ മിക്കവരും നമ്മുടെ സംഘാംഗങ്ങൾ തന്നെ. താഴോട്ടുള്ള കാഴ്ച അതിമനോഹരമാണ്. പരന്നുകിടക്കുന്ന കവാഗുച്ചി പട്ടണം, തടാകം, കുത്തനെയുള്ള കയറ്റം കയറി വരുന്ന കേബിളുകൾ. ഇനി മറുവശത്ത് നിന്ന് വേണം ഫുജി അഗ്നിപർവ്വതം കാണാൻ. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ഇതാണ് കാഴ്ച. മലമുകളിൽ നിറയെ ആളുകൾ. അകലെ ഫുജി അഗ്നിപർവ്വതം. താഴ്വാരത്ത് നഗരം. അതിനുശേഷം മരനിരകൾ. അതിനെല്ലാം അപ്പുറം മഞ്ഞിന്റെ തലപ്പാവ് വെച്ച കൂറ്റനൊരു അഗ്നിപർവ്വതം. ഐതിഹ്യങ്ങളുടെയും ഒട്ടേറെ കഥകളുടെയും പശ്ചാത്തലമായ അഗ്നിപർവ്വതം. ഭാരതീയർക്ക് കൈലാസം എന്ന് പറയുന്നത് പോലെ ജപ്പാൻകാർക്ക് വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും എല്ലാം കേന്ദ്രമാണ് ഫുജി അഗ്നിപർവ്വതം. ലോകത്തെ ഉയരമേറിയ പർവ്വതങ്ങളിൽ 35ാം സ്ഥാനമാണ് ഫുജിക്ക്. 3776 മീറ്ററാണ് അതിന്റെ ഉയരം. 1707 ഡിസംബർ 16 അവസാനമായി ഫുജിയിൽ സ്ഫോടനമുണ്ടായത്. കഴിഞ്ഞ 130 വർഷമായി ഫുജിയുടെ നെറുകയിൽ ആ മഞ്ഞിന്റെ തലപ്പാവുണ്ടായിരുന്നു. എന്നാൽ 2024 ആ മഞ്ഞെല്ലാം ഉരുകിപ്പോയി. 2024 ഒക്ടോബറിന് ശേഷം കട്ട പിടിച്ച മഞ്ഞാണ് ഇന്ന് ആ കാണുന്നത്. താഴെ അമ്യൂസ്മെന്റ് പാർക്കുകൾ കാണാം. ഫുജിക്യു ഹൈലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കാണ് അക്കാണുന്നത്. അത് മാത്രമല്ല, ടൂറിസ്റ്റുകൾക്കായി രസകരമായ വേറെ നിരവധി അമ്യൂസ്മെന്റ് പാർക്കുകളും മറ്റു ഫെസിലിറ്റികളും എല്ലാമുണ്ട് താഴ്വാരത്ത്. നഗരം കഴിഞ്ഞ് കുറേ ഭാഗം വനമാണ്. അഗ്നിപർവ്വതത്തിന്റെ ചുവട്ടിലേക്ക് ആ വനം ചെന്നു ചേരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ വളരെ വ്യക്തമായി ആ കാഴ്ചകളെല്ലാം ലഭിക്കുന്നു. അരമണിക്കൂറാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. എല്ലാവരും സെൽഫി എടുക്കുന്നു. ഞാനും എടുത്തു. അഗ്നിപർവ്വതത്തെ പശ്ചാത്തലമാക്കി ഒരു സെൽഫി. ഓരോ ഫണിക്കുലർ ട്രാമിലും ഇവിടേക്ക് ആളുകളെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വന്നിറങ്ങുന്നവരെല്ലാം തിരിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയമാണ്. എപ്പോഴുമുണ്ട് 100-500 ആളുകൾ മലമുകളിൽ. നമ്മുടെ ആളുകളും ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഒരു ഷ്രൈനുണ്ട്. ജപ്പാനിലെ പ്രമുഖമായ ഷിൻഡോ മതത്തിന്റെ ഷ്രൈനാണ്. ഇത്തരമൊരു ഗേറ്റാണ് ഷിൻഡോ മതത്തിന്റെ ചിഹ്നം തന്നെ. ക്രിസ്ത്യാനികൾക്ക് കുരിശ് എന്നതുപോലെയാണ് ഷിൻഡോകൾക്ക് ഈ ഗേറ്റ്. ഞങ്ങൾക്ക് മലമുകളിൽ നിന്ന് മടങ്ങാൻ സമയമായി. ഏറെ നേരം ക്യൂ നിന്നെങ്കിലേ കേബിൾ കാറിൽ കയറാൻ പറ്റൂ. മലയിലേക്ക് കയറി വരാൻ അരമണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും അരമണിക്കൂർ ക്യൂ നിൽക്കണം. അപ്പോൾ 1 മണിക്കൂർ ക്യൂവിൽ തന്നെ പോയി. പിന്നെ ഒരു അരമണിക്കൂറാണ് മലമുകളിൽ ചെലവഴിച്ചത്. 3 മിനിറ്റിന്റെ യാത്രയേയുള്ളൂ കേബിൾ കാറിൽ എന്നതാണ് ആശ്വാസം. ഫുജി ക്യൂക്കോ എന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ കേബിൾ കാർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇത് പ്രവർത്തിക്കുക. ഇവിടെ ഒരു ശീലമുണ്ട്. ഓരോ തവണ ക്യാബിൻ വരുമ്പോഴും ഈ ജീവനക്കാരൻ പോയി താണു വണങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഗേറ്റ് തുറക്കുക. ഇത് ഇവരുടെ ഒരു ശീലമാണ്. അത് ഈ കേബിൾ കാറിൽ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുമ്പോഴും ട്രെയിനിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോഴും ട്രെയിൻ പുറപ്പെടുമ്പോഴുമൊക്കെ ടിക്കറ്റ് എക്സാമിനർ മുതൽ എല്ലാ ജീവനക്കാരും താണു വണങ്ങും. നമ്മുടേതിന് സമാനമായ ചില ശീലങ്ങളും ആചാരങ്ങളും ഒക്കെയുള്ള നാടാണ് ജപ്പാൻ. കുടുംബ ബന്ധങ്ങളുടെ തീവ്രത, പരസ്പര ബഹുമാനം, ആതിഥ്യമര്യാദ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളിൽ ആ സമാനതയുണ്ട്. ഞങ്ങൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ താഴാനൊരുങ്ങുന്നു. ഇനി മറ്റു ചില കാഴ്ചകളിലേക്ക് പോകണം.